Good afternoon. Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Prayer. Prayer. Prayer ഞാൻ പാടാം. ഹൃദയരാഗതന്ത്രിമീട്ടി ഗീതമേയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴും ആദിനാമം ഇന്നു വാഴ്ത്തിടാം. ഞങ്ങൾ പാടും ഈ സ്വരങ്ങൾ കീർത്തനങ്ങളാകണേ. ചൂടുവയ്ക്കും ഈ പദങ്ങൾ നൃത്തലോലമാകണേ. കുഞ്ഞു വീടിൻ ഉൾക്കടങ്ങൾ സ്വർഗമാകണേ. അമ്മ നൽകും ഉമ്മ പോലും അമൃതമാകണേ. പൂർണ്ണമീ ചരാചരങ്ങൾ ഗുരുവരങ്ങളാകണേ. ഹൃദയരാഗതന്ത്രിമീട്ടി സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴും ആദിനാമം ഇന്നു വാഴ്ത്തിടാം. Good afternoon, miss. Good afternoon, all. Okay, good afternoon. Thought of today. ഞാൻ പറയാമോ? ഹലോ മാം, സക്സസ് ഈസ് സം ഓഫ് സ്മോൾ എഫേർട്ട്. റിപ്പീറ്റ് ഡെയിലി. താങ്ക് യു. Good afternoon, ma'am. ഒരു പോസ്റ്റർ പ്രസന്റിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നേ.
save the earth. അതെ. ഒരു മിനിറ്റ്. ഒന്നല്ല വെക്കാം. സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞത്. അതെ. ആവുന്നില്ലല്ലോ. ഓക്കെ, വെരി ഗുഡ്. ട്രീ ആണോ ഗ്ലോബിന്റെ മുകളില്? അതെ അതെ. Save the tree, save the earth. ഞാനും ചെയ്തിട്ടുണ്ട്. അതുപോലെ മാം ഞാൻ എൻ്റെ ഒരു സെമിനാർ പ്രസന്റേഷൻ ഉണ്ടായിരുന്നു ഇന്നലെ, എനിക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സീറ്റ് അറേഞ്ച്മെന്റ്. ഓക്കെ. എന്ത് ചെയ്യാം, ബാക്കിയുള്ളവർ കാണിക്കൂ. പോസ്റ്റർ മേക്കിംഗ് ഉണ്ടായിരുന്നല്ലോ. കണ്ട ഒരു മിനിറ്റ്. വെരി ഗുഡ്. ചാർട്ടിലാണോ? ചാർട്ടിലാ ചെയ്തത്. ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് ആരാണ്? മാം കാണാവോ? കാണാം. ഇത് എങ്ങനെ പേപ്പറിലാണോ കാർഡ്ബോർഡിലാണോ ചെയ്തിരിക്കുന്നത്? തെർമോക്കോളോ? കാർഡ്ബോർഡ് ചാർട്ട് വരച്ചിട്ട് കാർഡ്ബോർഡിൽ ഒട്ടിച്ചു. ഓക്കെ, വെരി ഗുഡ്. ശരി. ഓക്കെ. വേറെ ആരൊക്കെയും ചെയ്തിട്ടുണ്ടോ? മാം ഞാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ. ശരി, ഓക്കെ. സൂക്ഷിച്ചേക്കണോട്ട് ചാർട്ട് ചുളുക്കൊന്നും വരരുത്. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ്. കാണുന്നില്ലല്ലോ സുഷ്മ? ഓക്കെ. വരച്ചിട്ടില്ല, എഴുതിയിട്ടേ ഉള്ളൂ. ഓക്കെ, ശരി. ഓക്കെ കേട്ടോ. മാം ഒരു കാര്യം ചോദിച്ചോട്ടെ? എല്ലാവർക്കും ഇങ്ങനെ ഇതിന്റെ ബാക്ക് ക്യാമറ ഓൺ ആക്കാൻ പറ്റുന്നു? എനിക്കാണെങ്കിൽ ഫ്രണ്ട് ക്യാമറ പറ്റുന്നുള്ളൂ, അതുകൊണ്ട് ചോദിച്ചായിരുന്നേ. ഫ്രണ്ട് ക്യാമറ ഓൺ ചെയ്യാൻ പറ്റുമല്ലോ. ബാക്ക് ക്യാമറ ഓൺ ആവുന്നില്ല മാം. ഞാൻ ഫ്രണ്ട് ക്യാമറ ഓൺ ആക്കിയാ കാണിച്ചതേ, ബാക്ക് ക്യാമറ. അപ്പൊ എല്ലാരോടും ചോദിക്കാൻ, എല്ലാവർക്കും ഓൺ ആയോന്ന് അറിയാനാണ്. ഇനി എന്റെ ഇതിനകത്ത് എന്തെങ്കിലും മാറി കിടക്കണമെന്ന് അറിയാനായിരുന്നേ. ബാക്ക് ക്യാമറ ഓരോരുത്തരുടെ ഫോണിന്റെ ഫംഗ്ഷൻ അല്ലേ. റേഞ്ചിന്റെ പ്രശ്നമില്ലെന്ന് ക്യാമറ തിരിഞ്ഞു വരാത്തോണ്ടായിരിക്കും. ബാക്ക് ഫ്രണ്ടിലേക്ക് ആക്കിടാൻ പറ്റില്ല, അറിയില്ലേ? ഇല്ല മാം, പറ്റുന്നില്ലായിരുന്നേ. നമ്മളെ ക്യാമറ നമ്മൾ വീഡിയോ കോൾ ചെയ്യത്തില്ലേ, അതാവുന്നുണ്ട്. ബാക്ക് ക്യാമറ അങ്ങോട്ട് ആവുന്നില്ല. എല്ലാരും അങ്ങനെയാണോ കാണിച്ചത്? ശരി. അടുത്ത ആള് കാണിക്കൂ. കാണിച്ചാണല്ലേ ശ്രീഷ്മ? വേറെ ആരും ചെയ്തിട്ടില്ല? ഇല്ല മിസ്സേ, പറ്റുന്നില്ല. ഞാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ ഷമീന. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ആരാണ്? എന്തായാലും കാണിക്കാത്ത ബാക്കിയുള്ളവര് എത്ര പേരുടെ ക്ലാസ്സില്?
സംഗീത കാണിക്കാമോ? കാണുന്നുണ്ടോ മാം? കാണാം കാണാം കാണാം. ഓക്കെ, വെരി ഗുഡ്. ചാർട്ടിലാണ് മാം ചെയ്തേ, വരച്ച് ചെയ്തതാ. ഓക്കെ ഓക്കെ. യെല്ലോ കളേഴ്സ് ഒട്ടിച്ച അങ്ങനെയാണോ? ഇത് പേപ്പർ ഒട്ടിച്ചു, ഇതൊക്കെ വരച്ചു, ഇത് മാത്രം പേപ്പർ ഒട്ടിച്ചു. കാണുന്നുണ്ടല്ലേ മാം? കണ്ടു കണ്ടു കണ്ടു, നന്നായിട്ടുണ്ട്. താങ്ക് യു മാം. ബാക്കിയുള്ളവര് മിസ്സേ, ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇപ്പൊ വീട്ടിലില്ല. ഞാൻ സുറുമിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല, അടുത്ത പ്രാവശ്യം കാണിക്കാം കേട്ടോ. തിങ്കളാഴ്ച കാണിക്കാം മാം. ബാക്കി ഉള്ളവരൊന്നും ചെയ്തിട്ടില്ല. എന്തായാലും കുറെ നാളുമ്പ് തന്നെയല്ലേ ഞാൻ ഡേറ്റ് പറഞ്ഞ. ചെയ്തിട്ടുണ്ട്. ഞാൻ ചെയ്തതാണിത്. ഓക്കെ, സ്ലോഗൻ സേവത്ത് സ്ലോഗൻസ് പിക്ചർ. ഓക്കെ അല്ലേ മാം? ഓക്കെ ഓക്കെ. പെൻസിൽ ഡ്രോയിങ് ആണോ അത്? ആണ്. അതെ, ശരി. വേറെ ആരാ ചെയ്തിരിക്കുന്നത്? ഞാൻ ചെയ്തിട്ടുണ്ട്. രാഹിത. ഓക്കെ, ചാർട്ടിലാണല്ലേ? അതെ, ചാർട്ടില്. ഓക്കെ, താങ്ക് യു. റിസ്മിന റെഡിയാണോ ക്ലാസ് കാണിക്കാൻ? ക്ലാസ് എടുക്കാൻ റെഡിയാണോ? Ready. Good afternoon, everyone. Today I will be presenting a seminar on the topic seat arrangement in the Montessori method. In the Montessori system, children learn through exploration, movement, and hands-on activities. Because of this, the seating arrangement is flexible, child-centered, and very different from the traditional classroom rows. In this seminar, I will be explaining how seating makes in Montessori classrooms and why it is important. The Montessori method was developed by Dr. Maria Montessori. It focuses on independence, freedom, and learning through real-life activities. So the environment, including seating, is designed to support these goals. These are the 4 key principles behind Montessori seat arrangement: freedom of movement, child-sized furniture, independence in choosing work, a prepared environment. These guide the entire layout of the classroom. മാം, ഞാൻ ഒന്ന് സ്ക്രീന് പ്രസന്റ് ചെയ്യാൻ പറ്റുമെന്ന് ഒന്ന് നോക്കട്ടെ. ക്ലാസ് റൂമിന്റെ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുമെന്ന്. ഹലോ, കണ്ടു സുൽമി കണ്ടു. ഓക്കെ, റസ്മിന എന്താ ചെയ്യുന്ന? ഷെയർ ചെയ്യുന്നത് എന്താണ്? ക്ലാസ് റൂംസ് ആണോ? ഷെയർ ആവുന്നില്ലല്ലോ. ഇപ്പൊ കാണുന്നില്ല കേട്ടോ. കാണുന്നില്ല.
ഷെയർ ചെയ്യാതെ പറയാൻ പറ്റില്ലേ? Okay. കേൾക്കുന്നില്ല കേട്ടോ. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? കേൾക്കാം ഇപ്പം കേൾക്കാം. കേൾക്കാം കേൾക്കാം. ഓക്കെ, ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല മാം. ഞാൻ ക്ലാസ്സിന്റെ ഒരു പിക്ചർ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഷെയർ ചെയ്ത് പറയാന്ന് വിചാരിച്ചായിരുന്നു അടുത്ത പോയിന്റ്. In Montessori classroom, you won't see fixed desks. Instead, you will see different seating types such as floor mat, where children works on the ground. Low table and chairs for comfortable access. Individual workspace for concentration. Reading corners with cushions. Open floor spaces for movement activities. Children choose where they want to sit and what position helps them comfortable or concentrate. Traditional seating limits movements and makes the teachers the center of the classroom. Montessori avoid this because children learn better when they can move freely and select activities independently. This seating arrangement benefits children in many ways. It increases concentration, encourages independence, supports children of different ages, promotes social interactions, reduces stress and struggles, helps children learn through touch, movements, activities like that. Even though children move freely, the classroom does not become chaotic. Chaotic means ഒരു കുഴപ്പം നിറഞ്ഞ ഒരു രീതിയിലേക്ക് ക്ലാസ് റൂമിന് അവർക്ക് ഇതാണ്ടി വരില്ല. ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും. Clear pathways, organized shelves and rules for returning materials help keep the room calm and ordered. അവർക്കത് തിരിച്ചു വെക്കാനും അവരതിൽ നിന്ന് പഠിക്കും. In conclusion, Montessori seat arrangement is not just about placing tables and chairs. It is a method that supports child's freedom, curiosity, and natural development. A well-prepared seating environment helps children learn better, feel confident, and be independent. Thank you for listening to this seminar. If you have any doubts, please ask me. Yes, very good. Prismila ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. ഓക്കെ. എക്സ്ട്രാ ടെക്സ്റ്റ് ബുക്കില് യു ഷേപ്ഡ് അത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. രണ്ട് പിക്ചേഴ്സ്, യു ഷേപ്ഡ് ആൻഡ് വി ഷേപ്ഡ് പ്ലാറ്റ്ഫോം ബെഞ്ചസ് മുതല് നിങ്ങൾ കുറച്ച് ബെഞ്ചസിന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ബെഞ്ച് ഡെസ്കിലേക്ക് അതൊന്നും കൂടി പറയാമോ ഇവർക്ക്? Then platform benches are used for sitting and quarter benches used for writing purpose. അതിന്റെ അറേഞ്ച്മെന്റ്സ് അല്ലേ അത് ഞാൻ മൊത്തത്തില് ചെറിയ ഫർണിച്ചർ എന്നുള്ള രൂപത്തിൽ അത് പറഞ്ഞത്. ടെക്സ്റ്റുകൾ മാത്രം ബേസ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട്. In the next class, quarter benches will be used for sitting. ഓരോ ക്ലാസ്സിലെത്തുമ്പോഴും ആ ബെഞ്ചസിന്റെ ഹൈറ്റ് നമ്മൾ കൂട്ടിയിട്ട് അതിനനുസരിച്ചിട്ട് അത് അറേഞ്ച് ചെയ്യും. Next to it, half the bench will be used for sitting and the full benches for writing. In the higher classes, full benches and desks or long tables are used. Putting individual chairs and a collective long bench to write will provide them identity and at the same time improve the cooperation among them. In the normal table, either square or round is used for the entire class. The teachers can arrange them to sit U shape or G shape. ആ രണ്ട് ഷേപ്പിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. അതിന്റെ പിക്ചേഴ്സും കൂടി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെനിക്ക് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല, എന്താന്ന് അറിയില്ല. യു ഷേപ്പിലാവുമ്പോൾ വേറൊരു ദിവസം കാണിച്ചാൽ മതി ഷെയർ ചെയ്തിട്ട് കേട്ടോ. ഓക്കെ. പിന്നെ അതുപോലെ ക്ലാസ് റൂമിന്റെ സ്ക്വയർ ഫീറ്റ്സും കാര്യങ്ങളും പറയുന്നുണ്ട്. ഫോർ ഈച്ച് സ്റ്റുഡൻറ് 3 into 6 is equal to 6 square feet is required. Apart from this calculation, 100 square feet is common requirement in every class. Teachers movement space 40 square feet, student movement space 40 square feet, and rack space 20 square feet.
ഓക്കെ, അങ്ങനെയാണ് 100 സ്ക്വയർ ഫീറ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത് അല്ലേ? അതെ അതെ 40 100 സ്ക്വയർ സ്ക്വയർ ഫീറ്റിന് ഫീറ്റ് കംപ്ലീറ്റ് വേണ്ടിയിട്ടാണ് മൂവ് ചെയ്യാനും, പിന്നെ അതെ 40 സെന്റിമീറ്റർ സ്പേസ് എന്തിനാണ്? റാക്ക് സ്പേസ്, റാക്ക് space. സൗകര്യത്തിന് വേണ്ടിയിട്ട്. 20% സോറി മൂവ്മെന്റിന് Rack space 40% 20. സ്ക്വയർ, Rack space അതെ 20. റാക്കിലാണ് 20 Students സ്പേസ്. movement space 40. And teachers movement space 40 square feet. ഒന്നുകൂടി എല്ലാവരും ഒന്ന് വായിച്ചു നോക്കിയാൽ മതി കേട്ടോ. നമ്മൾ ഇന്നലെ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിരുന്നില്ലേ? അതെ, പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തു പറഞ്ഞു. Unit 7 Programs for Developing Values of Various Kinds. Okay. പിക്ചർ വേറൊരു ദിവസം ഷെയർ ചെയ്യണം കേട്ടോ റസ്മിന. കാണാത്തവരുണ്ടാവില്ല, ജി ഷേപ്പ് യു ഷേപ്പ് ഒക്കെ ഏത് രീതിയിലാണ് നമുക്ക് അറിയാൻ പറ്റില്ല. കാണാത്തവരുണ്ടായിരിക്കും, അപ്പൊ അതൊക്കെ അവസ്ഥയായി. നമുക്ക് നോക്കാം. എന്തുകൊണ്ട് അത് പറ്റാത്തത്? ബാക്ക് അടിക്കുമ്പോൾ സ്ക്രീന് വിസിബിൾ ആവുന്നില്ല. മറ്റൊരു ഫോണിൽ ചെയ്ത് നോക്കി, ഫോണിൽ തന്നെ ആയതുകൊണ്ടാണെന്ന് അറിയില്ല. വൈറ്റ് ബോർഡ് യൂസ് ചെയ്തിട്ട് ഞാൻ അതിലേക്ക് ഫയലാക്കി വെച്ചിട്ട് വൈറ്റ് ബോർഡ് വിചാരിച്ചിരുന്നത്, പക്ഷെ വൈറ്റ് ബോർഡ് ഷെയർ ചെയ്യുമ്പോൾ വിസിബിൾ ആവുന്നില്ല. ബാക്കി എല്ലാ കാര്യങ്ങളും എടുത്തല്ലോ നന്നായിട്ട്, അത് മതി കേട്ടോ. ഓക്കെ ശരി, താങ്ക് യു. Programs of Developing Values of Various Kinds ആണ് നെക്സ്റ്റ് ചാപ്റ്റർ, യൂണിറ്റ് 7. ഓക്കെ, എന്തൊക്കെ കാര്യങ്ങളാണ് സൂചിപ്പിച്ചിരിക്കുന്നത് നോക്കാം. Dr. M.T. Ramji in his book Value-Oriented School Education has suggested a number of measures inculcation of values. Inculcation ആണ് കേട്ടോ മിസ്റ്റേക്ക് ഉണ്ട്. A number of school programs should be organized regularly so that they may be effective for the betterment of values among the people. Desirable attitude and skills are to be developed through curricular and co-curricular activities. Okay. ഡോക്ടർ എം.ടി. രാംജി എന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തില്, അദ്ദേഹത്തിന്റെ പേരാണ് എം.ടി. രാംജി എന്ന് കേട്ടോ. അദ്ദേഹം ഈ നമ്മുടെ വാല്യൂസുമായി റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് ബുക്സുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വാല്യൂ ഓറിയന്റഡ് സ്കൂൾ എഡ്യൂക്കേഷൻ. അപ്പോൾ അതിന് അണ്ടർലൈൻ ചെയ്തേ, വാല്യൂ ഓറിയന്റഡ് സ്കൂൾ എഡ്യൂക്കേഷൻ, റിട്ടൺ ബൈ ആരാണ്? ഡോക്ടർ എം.ടി. രാംജി. ഓക്കെ, അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. അതായത് ഈ ഒരു പുസ്തകത്തിൽ അദ്ദേഹം എന്തിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് സൂചിപ്പിച്ചിരിക്കുന്നത്? ഇതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് വിദ്യാഭ്യാസ മൂല്യങ്ങൾ വളർത്തിയെടുക്കാനായിട്ടുള്ള നിരവധി നടപടികളെ കുറിച്ചിട്ടാണ്, ഇൻസ്ട്രക്ഷൻസ് ആണ് അദ്ദേഹം അതിൽ രൂപീകരിച്ചിരിക്കുന്നത്. അതായത് ഡോക്ടർ രാംജി അദ്ദേഹത്തിന്റെ വാല്യൂ ഓറിയന്റഡ് സ്കൂൾ എന്ന പുസ്തകത്തില് വിദ്യാഭ്യാസത്തിനെ വളർത്തിയെടുക്കുന്ന തരത്തിലുള്ള കുറച്ച് നിരവധി നടപടിക്രമങ്ങളാണ് അതിൽ സ്വീകരിച്ചിരിക്കുന്നത്. ഓക്കെ, a number of school programs should be organized regularly so that they may be effective for the betterment of values among the pupils. അപ്പൊ നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? സ്കൂളിൽ നടത്തുന്ന പല പല പ്രോഗ്രാംസുകൾ നമ്മൾ അറേഞ്ച് ചെയ്യാറുണ്ട് അല്ലെ? എന്തിനു വേണ്ടിയിട്ടാണ് ഈ പ്രോഗ്രാംസുകൾ നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്? എന്ത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? കുട്ടികളുടെ കരിക്കുലർ വിദ്യാർത്ഥികളിൽ മൂല്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരം പ്രോഗ്രാംസുകൾ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, then desirable attitude and skills are to be developed through curricular and co-curricular activities. What is desirable attitude? എന്താണ് desirable attitude എന്ന് പറയുന്നത്? Desirable, അവർക്ക് ഇഷ്ടപ്പെട്ടെന്നുള്ള രീതിയല്ലേ ഡിസൈറബിൾ? ഇഷ്ടപ്പെട്ടതെന്നാണോ? അവർക്ക് പറ്റുന്ന രീതിയിലുള്ള, ചെയ്യാൻ ഇഷ്ടമുള്ളത്, ഇഷ്ടപ്പെട്ടെന്നല്ല, ചെയ്യാൻ അവർ ഡിസൈർ ചെയ്യുന്നത്. അവർ ഡിസൈർ ചെയ്യുന്ന ഇഷ്ടമുള്ള വർക്ക്സുകൾ അല്ലെ, ഇഷ്ടമുള്ള പ്രോഗ്രാംസുകളിൽ ഇവിടെ അവരുടെ എന്ത് ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് സാധിക്കും? അത് നമ്മുടെ പാഠ്യപദ്ധതിയിൽ കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ മാത്രമാണ് അത് കുട്ടികൾക്ക് അത് ഡെവലപ്പ് ചെയ്യാൻ, അത്തരം സ്കിൽസുകൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് കുട്ടികൾക്ക് സാധിക്കും. അപ്പൊ കരിക്കുലർ പാഠ്യപദ്ധതിയുമായി ബന്ധപ്പെട്ട രീതിയിലായിരിക്കും നമ്മളിത് ഡെവലപ്പ് ചെയ്യേണ്ടത്, പ്രോഗ്രാംസുകൾ കണ്ടക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അതിൽ കൂടി കുട്ടികൾ പല വാല്യൂസ് പഠിക്കാനായിട്ട് അവരെ നമുക്ക് പ്രാപ്തരാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അതായത് വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് നമുക്ക് മനസ്സിലാക്കുന്നത്? വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷന്റെ പൂർണ്ണ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ എന്താണ്? അവരെ കംപ്ലീറ്റ് ആയിട്ട് അവരെ കേപ്പബിൾ ആക്കുക. അതായത് ജസ്റ്റ് എഡ്യൂക്കേറ്റ് ചെയ്യുന്ന ബുക്ക് ത്രൂ മാത്രം, അക്കാഡമിക്സ് മാത്രമല്ല, ഓൾ ടുഗെദർ അവരുടെ കോ കരിക്കുലർ ആക്ടിവിറ്റീസിലും എല്ലാത്തിലും അവരെ കംപ്ലീറ്റ് ആയിട്ട് അവരെ ഒന്ന് മോഡിഫൈ ചെയ്തെടുക്കുക.
അതെ. അപ്പോ ഇത്തരം പ്രോഗ്രാംസുകളും ശരിക്കും പറഞ്ഞാൽ കുട്ടികളുടെ ഒരു സെൽഫ് അവയർനെസ്സും അല്ലെങ്കിൽ എന്താണ് സെൽഫ് റെഗുലേഷൻ ഒക്കെ സൃഷ്ടിക്കാനായിട്ട് പിന്നെ പല പല മൂല്യങ്ങൾ എന്തൊക്കെയാണ് യൂണിറ്റി അല്ലെങ്കിൽ ഷെയറിംഗ് കെയറിംഗ് കുറെ കാര്യങ്ങൾ റെസ്പെക്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് കുഞ്ഞുങ്ങൾക്ക് ഇത്തരം പ്രോഗ്രാംസുകൾ കണ്ടക്ട് ചെയ്യുന്നതിലൂടെ അവർക്കത് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പ്രോഗ്രാംസ് ആണ് നമ്മുടെ കോ കരിക്കുലർ അല്ലെങ്കിൽ കരിക്കുലർ പാഠ്യപദ്ധതിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഉൾപ്പെടുത്തേണ്ടത്, പ്രത്യേകിച്ച് സ്കൂളുകളിൽ ഉൾപ്പെടുത്തേണ്ട പ്രോഗ്രാംസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, some of the important programs that could be undertaken in school for the purpose are listed below. First one എന്താണ്? Community prayer. Community prayers may be organized with care, enthusiasm and passionate zeal. Okay. Inspiring prayers song may be recitated in chorus. A universal prayer for world peace may be recitated. Community prayers and passages selected from ancient religious books may be sung by the common group. Okay. നമ്മൾ ഇന്നലെ കമ്മ്യൂണിറ്റി പ്രയറിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു അല്ലെ. ഈ ഒരു കമ്മ്യൂണിറ്റി പ്രയർ നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് അവിടെ ഏതൊക്കെ തരത്തിലുള്ള വാല്യൂസ് അവിടെ വളർത്തിയെടുക്കാൻ സാധിക്കും? എൻത്യൂസിയാസം എന്ന് പറയുന്നത് എന്താണ്? എൻത്യൂസിയാസം ഉത്സാഹം അല്ലെ. പാഷനേറ്റ് സീൽ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? പാഷനേറ്റ് സീൽ എന്ന് ഉദ്ദേശിക്കുന്നത് സീൽ എന്ന് പറഞ്ഞാൽ തീഷ്ണത എന്ന് പറയുന്നത് തീഷ്ണത. പാഷനേറ്റ് സീൽ എന്ന് പറയുമ്പോൾ എന്താണ്? വികാരധീനമായിട്ടുള്ള തീഷ്ണത ഉയർത്താനായിട്ട് സാധിക്കും. അതായത് ഇത് നമ്മുടെ ശരീരത്തിൽ അനുഭവപ്പെടുന്ന ഒരു കാര്യം കൂടിയാണ്. നമുക്ക് ചില സമയത്ത് നമ്മൾ പ്രെയർ കേൾക്കുന്ന സമയത്ത് നമുക്ക് ഗൂസ് ബംസ് വരാറില്ലേ? പ്രെയർ ചൊല്ലുന്ന സമയത്ത് നല്ല റിലക്സ് ഒക്കെ കേൾക്കുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് ലയിച്ചു പോവാറുണ്ട്. ഓക്കെ, അപ്പോ അതായത് അതിൽ പറയുന്ന പ്രെയറിൽ നമ്മൾ പാടുന്ന ഓരോ വരികളിലും നമുക്ക് എന്താണ് നമ്മളെ വികാരഭരിതമാക്കുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ അതിലുണ്ട്. നമുക്ക് മനസ്സുകൊണ്ട് ഫീൽ ചെയ്ത് നമ്മൾ പാടുന്ന നമ്മളെ ചെവി കൊണ്ട് അത് കേൾക്കുന്നുണ്ട്. നമ്മൾ അവര് പാടുന്നതനുസരിച്ച് ചില കുട്ടികൾ എന്താണ് പ്രെയർ ഒരുമിച്ച് പാടാറുണ്ട് അല്ലെ ചില സമയങ്ങളിൽ. അപ്പൊ എന്താണ് നമുക്ക് അത് ശരിക്കും പറഞ്ഞ പ്രെയർ ഒരു ഇൻസ്പിറേഷനിലാണ് അല്ലെ. അതായത് ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എന്താണ് നമ്മളെ എല്ലാ കാര്യങ്ങളും അന്നത്തെ ദിവസം ഏറ്റവും സ്മൂത്ത് ആയിട്ട് പോകുന്നതിന് ഒരു ഫ്രഷ് മോർണിംഗ് എന്ന രീതിയിലാണ് നമ്മൾ ഇതിനെ ഒരു നമ്മളിപ്പോ ഒരു ഇൻഗ്രീഡിയന്റ് പോലെയാണ് ഈ പ്രേയേഴ്സ് നമ്മൾ ഉൾപ്പെടുത്തുന്നത് അല്ലെ. നമ്മുടെ സ്കൂളിൽ ആദ്യത്തെ സമയം തുടങ്ങുന്നത് ഒരു പ്രേയറോട് കൂടിയാണ്. ഓക്കെ, എന്തുകൊണ്ടാണ് ക്ലാസ് മുകളിൽ നമ്മൾ ആദ്യം പ്രേയറോട് കൂടി സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ കാര്യം എന്താണ്? എന്തുകൊണ്ടാണ്? ഉന്മേഷത്തോടു കൂടി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടികളുടെ മനസ്സിൽ ആവേശവും ഉത്സാഹവും ഒക്കെ കൊണ്ടുവരാൻ. ആവേശത്തോടും ഉത്സാഹത്തോടും കൂടി വികാരഭരിതമായിട്ട് എല്ലാത്തരം നമ്മുടെ സ്കിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ശരിക്കും പറഞ്ഞ ഒരു എനർജി ട്രിക്ക് തന്നെയാണ് പ്രേയേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പ്രേയറുകൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ആണല്ലേ ഈ പ്രേയർ കേൾക്കുമ്പോൾ തന്നെ. ഓക്കെ, അത് 5 പേര് 10 പേരൊക്കെ ഒരുമിച്ച് നിന്ന് പാടുന്ന സമയത്ത് വളരെ ഒരു കേൾക്കാൻ തന്നെ വളരെ ഒരു സുഖമാണ് അത്. ദെൻ അതൊരു കോറസ് ആയിട്ടായിരിക്കും അവർ പാടുന്നത് അല്ലെ. ഇനി നമ്മള് യൂണിവേഴ്സൽ പ്രയർ ഫോർ വേൾഡ് പീസ് മേ ബി റെസിറ്റേറ്റഡ്. എന്താണ് യൂണിവേഴ്സൽ പ്രയർ എന്ന് പറയുന്നത്? യൂണിവേഴ്സൽ പ്രയർ ഗ്ലോബലി ഓൾറൗണ്ട് വേൾഡ് വൈഡ് പാടുന്ന ഒരു പ്രയറിനെയാണ് യൂണിവേഴ്സൽ എന്ന് ഉദ്ദേശിക്കുന്നത്. എന്താണ് മനസ്സിലായില്ല മാം? വേൾഡ് വൈഡ് ആയിട്ട് യൂണിവേഴ്സലി അക്സെപ്റ്റഡ് പ്രയർ വേൾഡ് വൈഡ് പാടാൻ പറ്റുന്നത് അല്ലെ. അതായത് നമ്മുടെ ലോക സമാധാനത്തിന് വേണ്ടി റെസിറ്റേറ്റ് ചെയ്തിരിക്കുന്ന പ്രേയേഴ്സ് ഒക്കെ നമുക്ക് ചൊല്ലാവുന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ ഏൻഷ്യന്റ് റിലീജിയസ് ബുക്കുകൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ബുക്സുകളാണ്? ഏൻഷ്യന്റ് റിലീജിയസ് ബുക്സ് ഏതാണ്? രാമായണം, മഹാഭാരതം അങ്ങനെയെല്ലാം ഏൻഷ്യന്റ് ആയിട്ട് വരുന്ന യെസ്, ബൈബിൾ, അതെല്ലാം ഏൻഷ്യന്റ് ബുക്സ് ആണ്. എല്ലാ ബുക്സുകളിലും കൊടുത്തിരിക്കുന്ന പാസേജസ് ഒക്കെ നമ്മൾ എന്താണ് അത് റെസിറ്റേറ്റ് ചെയ്യാൻ അതൊരു കോമൺ ഗ്രൂപ്പിലൊക്കെ നമ്മൾ ചില സന്ദർഭങ്ങൾ അനുസരിച്ചിട്ട് ഇപ്പൊ നമ്മൾ സ്കൂളിൽ കണ്ടക്ട് ചെയ്യുന്ന ഓരോ പ്രോഗ്രാംസിന് ഓരോ പ്രേയേഴ്സ് ആണ് നമ്മൾ ചൊല്ലാറ് അല്ലെ. പ്രത്യേകിച്ച് ഇൻഡിപെൻഡൻസ് ഡേക്ക് നമ്മള് ഏത് തരം പ്രയർ ആയിരിക്കും ചൊല്ലുന്നത്? ഇൻഡിപെൻഡൻസ് ഡേക്ക് രാജ്യവുമായി ബന്ധപ്പെട്ട് രാജ്യത്തോട് രാജ്യത്തിന്റെ ആ ഒരു ഇഷ്ടം അല്ലെങ്കിൽ അതിന്റെ ആദരവ് കൊണ്ട് പാടുന്ന കുറെ പ്രേയേഴ്സ് അങ്ങനെ സെലക്ട് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഒരു
ഇവന്റിനനുസരിച്ച് നമുക്ക് എന്താണ് ആ പ്രയർ സോങ്ങുകൾ ഇതേപോലെ ഏൻഷ്യന്റ് റിലീജിയസ് ആയിട്ടുള്ള പുസ്തകങ്ങളോ മറ്റേതൊക്കെ റെഫർ ചെയ്തിട്ട് എന്താണ് പാടാവുന്നത്. ഓക്കെ, യെസ്. പിന്നെ അതെല്ലാം തന്നെ എന്താണ് ഓരോ ഫെസ്റ്റിവലിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണെങ്കിൽ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സാധാരണ സ്കൂളുകളിൽ പാടുന്ന ഒരു നോർമൽ പ്രെയർ തന്നെയായിരിക്കും ഉദ്ദേശിക്കാറ്. നോർമൽ ആണെങ്കിൽ കൂടി എന്താണ് ഏറ്റവും കൂടുതൽ വികാരഭരിതമായിട്ടുള്ള വരികളായിരിക്കും അതിൽ കൊടുത്തിരിക്കുക. ഓക്കെ, യെസ്. അപ്പൊ ഈ കമ്മ്യൂണിറ്റി പ്രെയർ ഇങ്ങനെ ഒരുമിച്ച് നിന്ന് പാടുന്നത് കൊണ്ട് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് നമുക്ക് കിട്ടുന്നത് കേൾക്കാൻ? എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ടാവുമ്പോൾ? സെൻസ് ഓഫ് ബിലോങ്ങിങ്സ് അല്ലെ, ബെനിഫിറ്റ് അല്ലേ അത്? സെൻസ് ഓഫ് ബിലോങ്ങിങ്സ് ഉണ്ടാവില്ലേ? പിന്നെ സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടാവില്ലേ? എല്ലാവരും ഒരു ടുഗദർനെസ് ആണെന്നുള്ള ഒരു ഫീല് വരും. അതെ, ഒരു സ്പിരിച്വൽ ആയിട്ടൊരു ഗ്രോത്ത് സംഭവിക്കാറുണ്ട്, ആത്മീയമായിട്ടൊരു വളർച്ച സംഭവിക്കുക. അതായത് അതിലെ വരികളാണ് അവരെ സ്വാധീനിക്കുന്നത്. അതേപോലെ തന്നെ മറ്റൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇമോഷണൽ സപ്പോർട്ട്. പ്രത്യേകിച്ച് പ്രെയർ കേൾക്കുമ്പോൾ നമുക്ക് എപ്പോഴെങ്കിലും വിഷമം തോന്നാറുണ്ടോ? പ്രെയർ കേൾക്കുമ്പോൾ ഒരിക്കലും ഇല്ല അല്ലെ? നമ്മൾ ഇമോഷണലി സ്റ്റേബിൾ അല്ലാതിരിക്കുന്ന സമയത്ത് പ്രാർത്ഥനകൾ കേൾക്കുന്ന സമയത്ത് എന്താണ് നമ്മൾ അവിടെ ആ ഒരു പോസിറ്റീവ് ഫീൽ അവിടെ വരെയാണ്. അപ്പൊ അതുകൊണ്ടാണ് അവിടെ ഇമോഷണലി നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് പറയുന്നത്. ഇനി മറ്റ് ബെനിഫിറ്റ്സ് എന്താണ്? യൂണിറ്റി ആൻഡ് ഹാർമണി. കുട്ടികളിൽ ഡെവലപ്പ് ചെയ്യില്ലേ യൂണിറ്റി ആൻഡ് ഹാർമണി, എംപതി, പീസ് എന്നൊക്കെ പറഞ്ഞ വികാരങ്ങൾ, വാല്യൂസ് ഒക്കെ വളരെ ഡെവലപ്പ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ എന്താണ് ഒരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് ഒരു പ്രെയർ കൊണ്ട് നമുക്ക് എല്ലാ കുഞ്ഞുങ്ങൾക്കും അധ്യാപകർക്കാണെങ്കിലും എന്താണ് ഒരു പോസിറ്റീവ് എനർജി പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ടീച്ചർ പറഞ്ഞത് കമ്മ്യൂണിറ്റി പ്രെയറിന്റെ ബെനിഫിറ്റ്സുകളാണ് പറഞ്ഞത്. എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ് പറഞ്ഞത്? സെൻസ് ഓഫ് ബിലോങ്ങിങ്സ് ഉണ്ടാവുന്നു, സ്പിരിച്വൽ ഗ്രോത്ത് സംഭവിക്കുന്നു. അവിടെ കൊടുത്തിട്ടൊന്നുമില്ല, ഞാൻ എക്സ്ട്രാ പറഞ്ഞു തന്നതാണ്. പിന്നെന്താണ് യൂണിറ്റി, പിന്നെന്താണ് ഒരു പോസിറ്റീവ് എനർജി നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് പ്രയേഴ്സിലൂടെ സാധിക്കും. ഓക്കെ, യെസ്. അപ്പൊ ഫസ്റ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി പ്രെയർ ആയിരുന്നു. സെക്കൻഡ് എന്താണ്? ഹെൽത്ത് ആൻഡ് ക്ലീൻനെസ് പ്രോഗ്രാംസ്. നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല ഹെൽത്ത് ആൻഡ് ക്ലീൻനെസ് പ്രോഗ്രാംസ് എന്തിനു വേണ്ടിയിട്ടാണ്? The need for protection of environmental hygiene may be stressed. People may be conversant with the principle of healthy hygienic living. A small health corner in the school may be formed where the students may be trained in the practices of personal cleanliness. Children may be encouraged to clean their rooms, furniture, and bathrooms themselves. A first aid box may be kept in a convenient place and health charts may be displayed. The need for eating nutritious and clean food and for increasing healthy food habits may be well explained. Health and cleanliness programs നമ്മുടെ സ്കൂളുകളിൽ കണ്ടക്ട് ചെയ്യാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷനും മാത്രമാണോ നമ്മൾ ഹെൽത്ത് ആൻഡ് ക്ലീൻനെസ് പ്രോഗ്രാംസ് കൊടുക്കുന്നത്? കുട്ടികളിൽ ആ ഒരു ബോധം ഉണ്ടാവാൻ വേണ്ടി, ഹൈജീൻ, ഹെൽത്ത് ആൻഡ് ഹൈജീന്റെ ബോധം ഉണ്ടാവാൻ കൂടി വേണ്ടിയിട്ടാണത്. ഒക്ടോബർ 2 ഗാന്ധി ജയന്തി നമ്മൾ പരിസരം ക്ലീൻ ചെയ്യുന്ന അതായിട്ട് നമ്മൾ ചെയ്യാറില്ലേ? അതായത് അവർക്ക് നല്ല ഹെൽത്തി ലിവിങ് പ്രാക്ടീസസ് കൊടുക്കുന്നതോടൊപ്പം തന്നെ പ്രകൃതിയെ എങ്ങനെയും കൂടി നമ്മൾ സംരക്ഷിക്കുന്നു, അതുകൂടെ അവിടെ പ്രാധാന്യം അറിയിക്കുന്നുണ്ട്. ഇനി കുട്ടികൾക്ക് വേണ്ടി എന്താണ് നമ്മളൊരു ഹെൽത്ത് കോർണർ സ്കൂളുകളിൽ സംഘടിപ്പിക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് പറയുന്നത്. ഹെൽത്ത് കോർണർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അതായത് പേഴ്സണൽ ക്ലീനിങ്സുമായി ബന്ധപ്പെട്ട് പ്രാക്ടീസസ് കൊടുക്കുക എന്നതാണ് ഇതിന്റെ ഉദ്ദേശം. ഒരു സ്മോൾ ഹെൽത്ത് കോർണർ നമ്മുടെ സ്കൂളിൽ കണ്ടക്ട് ചെയ്യുന്നതിന്റെ ഭാഗമായി. അതായത് ഒരു കുഞ്ഞുങ്ങളിൽ പേഴ്സണൽ ക്ലീനസ് നല്ല രീതിയിൽ നടക്കാത്തവരുണ്ടാവും, ആ പ്രാക്ടീസ് കൊടുക്കാത്തതിനാൽ മോശമായിട്ടിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടാവും. അപ്പൊ അത്തരം കുട്ടികളുടെ കൂടി ഡെവലപ്മെന്റ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹെൽത്ത് കോർണേഴ്സുകൾ സംഘടിപ്പിക്കുന്നത്. ഇനി ചിൽഡ്രൻ മേ ബി എൻകറേജ്ഡ് ടു ക്ലീൻ ദിയർ റൂംസ്, ഫർണിച്ചർ ആൻഡ് ബാത്റൂം themselves. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ എല്ലാ കാര്യം അവരെ കൊണ്ട് ചെയ്യിക്കുന്നത്, അവർക്ക് ചെയ്തു കൊടുക്കുന്നതിന് നല്ലത് അവരെ കൊണ്ട് നമ്മൾ ചെയ്യിപ്പിക്കുന്നതാണ് അല്ലെ? എന്തുകൊണ്ടാണ് അങ്ങനെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറയുന്നത്? ചെറിയ കാര്യങ്ങൾ അവരുടേതായിട്ടുള്ള ഏജിനനുസരിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഇപ്പൊ അവരുടെ റൂം ഒന്ന് ജസ്റ്റ് ചെറിയ രീതിയിൽ ക്ലീൻ ചെയ്യാനോ മറ്റെന്തെങ്കിലും ഇപ്പൊ ഫ്ലവർ വൈസോ അങ്ങനെ എന്തെങ്കിലും ബുക്സുകൾ എങ്ങനെയാണെന്നൊക്കെ അടക്കി ഒതുക്കി വെക്കാനായിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കണം. അതേപോലെ തന്നെ ഒരു ബാത്റൂംസ് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് കുട്ടികൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കണം. ഒരിക്കലും ഒരു മോശമായിട്ടുള്ള രീതിയിൽ അവരത് യൂസ് ചെയ്യരുത്. റൂം എങ്ങനെയാണോ നോക്കുന്നത് അതുപോലെ തന്നെ ബാത്റൂംസ് യൂസ് ചെയ്യാനായിട്ട് നമ്മൾ പ്രാക്ടീസ് കൊടുക്കണം. ഓക്കെ, പിന്നെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും എന്തായിരിക്കും? ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഉണ്ടായിരിക്കും അല്ലെ? അതായത് ഒരു കൺവീനിയന്റ് ആയിട്ടുള്ള പ്ലേസിൽ എന്തുണ്ടാകും? ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടായിരിക്കുക? ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ
കോട്ടൺ മുറിവിന് ഇതാക്കുന്ന കാര്യങ്ങളുണ്ടാവും, പെയിന് വേണ്ട പെയിൻ കില്ലേഴ്സ് ഉണ്ടാവും, പിന്നെ ബാൻഡേജസ് ഉണ്ടാവും, സ്പോഞ്ചസ് ഉണ്ടാവും, ചെറിയ രീതിയിലുള്ള മെഡിസിൻസ്, ചെറിയ രീതിയിലുള്ള മെഡിസിൻസ് ഉണ്ടാവും, സിസേഴ്സ്, ഷാർപ്പായിട്ടുള്ള ഒബ്ജക്ട്സ് ഒക്കെ ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ കട്ടിംഗ് പർപ്പസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിന് വേണ്ടി. ഓക്കെ, അപ്പൊ ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് പ്രിപ്പയർ ചെയ്യണം. അതോടൊപ്പം തന്നെ എന്താണ്, ഹെൽത്ത് ചാർട്ട് മേ ബി ഡിസ്പ്ലോയ്ഡ്. ഹെൽത്ത് ചാർട്ട്സ്, വാട്ട് ഈസ് ഹെൽത്ത് ചാർട്ട്സ്? അതായത് നമ്മുടെ പല സാംക്രമിക രോഗങ്ങളും അതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസുകൾ കൊടുക്കുന്ന ചാർട്ട്സ്. നമ്മളിപ്പോ ഹോസ്പിറ്റലിലായാലും പോയി കഴിഞ്ഞാൽ അവര് ചുമരുകളിൽ ഓരോ കാര്യങ്ങൾ ഒട്ടിച്ചു വെക്കുന്നില്ല, അതുപോലെ നമ്മൾ സ്കൂളിലെ കുട്ടികളെ ഹെൽത്ത് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് കുട്ടികൾക്ക് ഏത് രീതിയിലുള്ള പ്രോഗ്രാംസ് ചാർട്ടുകൾ തയ്യാറാക്കാൻ പറ്റും. ഹെൽത്തി ഹാബിറ്റ്സ് ഹെഡിങ് കൊടുത്തിട്ട് നമുക്ക് അതിനോടനുബന്ധിച്ചുള്ള പിക്ചേഴ്സ് ഒട്ടിച്ചിട്ട് ഫുഡ് കഴിക്കേണ്ടത് എങ്ങനെയാണെന്നും പിന്നെ വാഷ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും ടോയ്ലറ്റിൽ പോകണം അതിനെ കുറിച്ചിട്ടൊക്കെയുള്ള ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ചാർട്ട് ഉണ്ടാക്കാം. ഹെൽത്ത് ചാർട്ട്സ് എന്ന് പറയുമ്പോൾ പിന്നെ നമുക്ക് ന്യൂട്രീസ് ആയിട്ടുള്ള ഫുഡ്സിന്റെ കാര്യങ്ങൾ അതിൽ കൊടുക്കാം. ഏതൊക്കെ ഫുഡ്സ് ഏതൊക്കെ സീസണുകളിൽ നമ്മൾ കഴിക്കണം അങ്ങനെയുള്ള കാര്യത്തിന്റെ പിക്ചറോട് കൂടി നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, ദെൻ പേഴ്സണൽ ഹൈജീനിക്കുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മുടെ കൈ കഴുകുന്ന ഹാൻഡ് ഹൈജീനുമായി ബന്ധപ്പെട്ട് ഇപ്പൊ നമ്മള് ആ ഒരു കൊറോണ ടൈമിലൊക്കെ നമുക്കത് ഉണ്ടായിരുന്നു അല്ലെ, കൈകൾ കഴുകുന്നതിനെ കുറിച്ചിട്ട് 6-7 മെത്തേഡ് ഉണ്ടതിൽ അല്ലെ. അങ്ങനെയുള്ള രീതിയിൽ ഏത് രീതിയിൽ നമുക്ക് ഹെൽത്ത് ചാർട്ട് എങ്ങനെ വേണമെങ്കിലും പ്രിപ്പയർ ആക്കാം. ഇനി നമ്മൾ കഴിക്കേണ്ട വെജിറ്റബിൾസ് ഏതൊക്കെയാണ്, ഫ്രൂട്ട്സ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാറ്റഗറൈസ് ചെയ്ത് ഒരു 3-4 പിക്ചേഴ്സ് കുറിച്ച് കാണിച്ചാൽ കുട്ടികൾക്ക് അത് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അതേപോലെ തന്നെ നമ്മള് വെള്ളം കുടിക്കുന്നതിനെ കുറിച്ചുള്ള പ്രാധാന്യത്തെ കുറിച്ചിട്ട്, ഓക്കെ, വെള്ളമില്ലാത്തുണ്ടാവുമ്പോൾ വെള്ളം കുടിക്കാത്ത കുട്ടിയുടെ അവസ്ഥ എങ്ങനെയായിരിക്കും എന്നുള്ളത് പിക്ചറൈസേഷൻ ചെയ്യാനും പറ്റും. അതേപോലെ തന്നെ വെള്ളം കുടിക്കുന്നവരുടെ ആരോഗ്യനില എങ്ങനെയാണ്, അങ്ങനെയൊക്കെ രീതിയിൽ നമുക്ക് ഏത് രീതിയിലും ഹെൽത്ത് ചാർട്ടുകൾ ഡിസ്പ്ലേ ചെയ്യും. ഓക്കെ, അതെല്ലാം തന്നെ ഇതിന്റെ ഭാഗമായിട്ടാണ് ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസിന്റെ പ്രോഗ്രാംസ് ആയിട്ടാണ് നമ്മൾ അതിനെ കൺസിഡർ ചെയ്യുന്നത്. ഇനി വൈറ്റമിൻസിന്റെ ചാർട്ട്സുകള്, പിന്നെന്താണ് അങ്ങനെ ഏത് വേണമെങ്കിലും നമുക്ക് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. പക്ഷെ കുട്ടികൾക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുന്ന രീതിയിലായിരിക്കും അത് ചാർട്ട് ഡിസ്പ്ലേ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു നമ്മുടെ പിക്ചേഴ്സ് ഒക്കെ കൊടുക്കുമ്പോഴാണ് കുട്ടികൾക്ക് അത് അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്നത്. അതുപോലെ ജങ്ക് ഫുഡൊക്കെ കഴിക്കുന്ന കുട്ടികൾ, സ്വീറ്റ്സും ജങ്ക് ഫുഡൊക്കെ കൂടുതലായിട്ട് കഴിക്കുന്ന കുട്ടികൾ, നല്ല ഓവറായിട്ട് തടിയുള്ള കുട്ടികളുണ്ടാവും. അങ്ങനെയുള്ള കുട്ടികളുടെ ഫോട്ടോയും പിന്നെ വെജിറ്റബിൾസും ഹെൽത്തി ഫുഡ് കഴിക്കുന്ന കുട്ടികളുടെ ഫോട്ടോയും അങ്ങനെ ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് ചാർട്ട് ഉണ്ടാക്കാം. ഒരു കോമഡി എന്നുള്ള രീതിയിൽ ആ കുട്ടിയുടെ വയറ്റില് ലേസിന്റെ മറ്റും ചോക്ലേറ്റ്സിന്റെ പിക്ചേഴ്സ് എല്ലാം വെച്ചിട്ട് രണ്ടും തമ്മിൽ സെപ്പറേറ്റ് ഡിഫറൻസ് പറഞ്ഞു കൊടുക്കുന്ന രീതിയിലുള്ള പിക്ചേഴ്സ് എവിടെയോ കണ്ടതായിട്ട് ഓർമ്മിക്കുന്നു. ചോക്ലേറ്റിന്റെ ഒക്കെ കാര്യം പറഞ്ഞപ്പോഴാണ്, നിങ്ങളെ കുട്ടികൾക്ക് ഡയറി മിൽക്ക് വാങ്ങിച്ചു കൊടുക്കാറുണ്ടോ? വല്ലപ്പോഴും വാങ്ങിക്കാറുണ്ട്. വല്ലപ്പോഴും പോയിട്ട് ഒരിക്കൽ പോലും വാങ്ങി കൊടുക്കണ്ട. ഇതിന്റെ ഒരു അവയർനെസ് ക്ലാസ് ഉണ്ടായിരുന്നത് കണ്ടപ്പോഴാണ് നിങ്ങളെ ഞാൻ ഓർത്തത്. അതില് കംപ്ലീറ്റ് ഷുഗർ ആണ്. അതായത് കുപ്പിയെടുക്കുകയാണെങ്കിൽ കുപ്പിയുടെ ഒരു ഹാഫ് പോർഷന് മേലായിട്ട് 1/4 ഭാഗം എന്താണ്, പഞ്ചസാരയാണെന്നാണ്. അപ്പൊ അതിൽ പറയുന്നുണ്ട് ഈ ഡയറി മിൽക്ക് കൊടുക്കുമ്പോൾ നമ്മൾ ഒരു കുപ്പി പഞ്ചസാരയുമാണ് കുട്ടിക്ക് കൊടുക്കുന്നത് എന്നുള്ളൊരു ഇതുപോലെ ഹെൽത്ത് പ്രോഗ്രാംസുമായി ബന്ധപ്പെട്ട ക്ലാസ് ആണ് കേട്ടോ. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് ഡയറി മിൽക്ക്, വളരെ ടേസ്റ്റ് ആണല്ലോ, അതിന്റെ ടേസ്റ്റ് പ്രത്യേക ടേസ്റ്റ് ആണ്. അപ്പൊ കഴിക്കുമ്പോൾ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്ന ഒരു സാധനമാണല്ലോ പ്രത്യേകിച്ച് ഡയറി മിൽക്ക്. മറ്റു അതുപോലെ മിഠായികൾ കൂൾ ഡ്രിങ്ക്സുകൾ അതുപോലെ സ്കൂൾ ഡ്രിങ്ക്സ് ഉണ്ടാവില്ലേ, 7up, പെപ്സി, കോള, അതൊക്കെ കുട്ടികൾക്ക് ഒരുപാട് അതിലൊക്കെ കൂടുതൽ നമ്മൾ മിക്കതും എവിടെയെങ്കിലും പോകുമ്പോൾ കുട്ടികൾ പെട്ടെന്ന് കാണുന്നതും ഡയറി മിൽക്ക് ആയിരിക്കുള്ളൂ, പെട്ടെന്ന് അത് വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യും അല്ലെ. പക്ഷെ ഇത്രയും ഒരു കുപ്പി പഞ്ചസാരയൊന്നും കുട്ടിക്ക് കൊടുക്കണമെന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല അല്ലെ. പഞ്ചസാര നമ്മളെ മധുരമാണെങ്കിലും നമ്മളെയൊക്കെ കൊല്ലുന്ന ഒരു ഉൽപ്പന്നമാണത് അല്ലെ, ഷുഗർ. യെസ്, അപ്പൊ അതൊക്കെ പരമാവധി കുറയ്ക്കാൻ കുട്ടികളിൽ നമ്മൾ അധികം ഷുഗർ ആയിട്ടുള്ള ഐറ്റംസ് കൊടുക്കാതിരിക്കുക. മാക്സിമം വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണങ്ങള് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. പഞ്ചസാര ഒരുപാട് കഴിച്ചാൽ കരൾ വീക്കം പെട്ടെന്നുണ്ടാകും. അതുപോലെ ചായ ഒക്കെ കുടിക്കുന്നത് ഒരു പ്രാവശ്യമോ അല്ലെങ്കിൽ 2-3 പ്രാവശ്യമൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. കുടിക്കാൻ ഇഷ്ടമുള്ള കുട്ടികളാണെങ്കിൽ കൊടുക്കാം, ഒരു പ്രാവശ്യമൊക്കെ. ചായയൊക്കെ ഒന്ന് കുടിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. വല്ലപ്പോഴും ഒക്കെ ഒരു ഗ്ലാസ് ഒക്കെ കുടിക്കുന്നതിന് പ്രശ്നമില്ല. അല്ലാതെ സമയങ്ങളിൽ നിങ്ങൾ മാക്സിമം എന്തെങ്കിലും എനർജി ഡ്രിങ്ക്സുകളായിട്ട് തന്നെ കൊടുക്കുന്ന ജ്യൂസ് ഐറ്റംസ് അങ്ങനെയൊക്കെ കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, യെസ്. ഇനിയിപ്പോ നമ്മൾ പറഞ്ഞ എന്താണ്, ഹെൽത്ത് ആൻഡ് ചാർട്ട് ബോർഡ്സുകൾ ഡിസ്പ്ലേ ചെയ്യുക. അതേപോലെ തന്നെ എന്താണ്, ദ നീഡ് ഫോർ ഈറ്റിംഗ് ന്യൂട്രിയസ് ആൻഡ് ക്ലീൻ ഫുഡ് ആൻഡ് ഫോർ ഇൻക്രീസിംഗ് ഹെൽത്തി ഫുഡ് ഹാബിറ്റ്സ് മേ ബി വെൽ എക്സ്പ്ലെയിൻഡ്.
ഇനി നമ്മൾ എന്തുകൂടി പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്? നീഡ് ഫോർ ഈറ്റിംഗ് ന്യൂട്രിയസ് ആൻഡ് ക്ലീൻ ഫുഡ്. ന്യൂട്രിയസ് ഫുഡ് കഴിക്കുകയും വേണം. എങ്ങനെയുള്ള ന്യൂട്രിയസ് ഫുഡ് ആയിരിക്കണം നമ്മൾ കഴിക്കേണ്ടത്? ക്ലീൻ ആയിട്ടുള്ളത്. ഭക്ഷണം വളരെ കാര്യത്തിലും നമ്മൾ അതിൽ ഹൈജീനിക് അതേപോലെ നോക്കേണ്ടതുണ്ട് അല്ലെ. അതായത് പഴകിയ ഭക്ഷണങ്ങളോ അല്ലെങ്കിൽ 2-3 ദിവസം ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്തിരിക്കുന്ന ഭക്ഷണങ്ങളൊന്നും തന്നെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കൊടുക്കാറില്ല അല്ലെ, കൊടുക്കാൻ പാടില്ല. നമ്മൾക്ക് മുതിർന്നവർക്കും കഴിച്ചാൽ തന്നെ തന്നെയാണ്. ഓക്കെ, അപ്പൊ ഏതൊക്കെ ഫുഡ്സ് ആണ് കഴിക്കേണ്ടത്? ഈറ്റിംഗ് ഹാബിറ്റ്സിൽ അല്ലെങ്കിൽ കൈ കഴുകും, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കഴിച്ചതിന് ശേഷം വൃത്തിയായിട്ട് കൈ കഴുകണത് എങ്ങനെയാണ്, അന്നതമായ കാര്യങ്ങളൊക്കെ എന്താണ് കുട്ടികൾക്ക് നമ്മൾ നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കും. ഓക്കെ, അത്തരം ഇപ്പൊ സ്കൂളുകളിലും അല്ലെങ്കിൽ നമ്മുടെ വീടുകളിലായിട്ട് ഇത്തരം പ്രോഗ്രാംസുകൾ നടത്തുന്നത് വഴി എന്താണ് കുട്ടികൾക്ക് ആരോഗ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ആരോഗ്യത്തിന്റെ വാല്യൂ എന്താണ്, അല്ലെങ്കിൽ നല്ലൊരു ഹൈജീനിക് ആയിട്ടുള്ള ലൈഫ് ജീവിക്കുന്നതിന്റെ പ്രാധാന്യം എന്തെന്നൊക്കെയാണ് കുട്ടികൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവണമെങ്കിൽ നമ്മുടെ സ്കൂളുകളിൽ ഇതേപോലത്തെ പ്രോഗ്രാംസുകൾ കണ്ടക്ട് ചെയ്തേ മതിയാവും. ഓക്കെ, യെസ്. നെക്സ്റ്റ് വൺ, socially useful productive work. Socially useful productive work. എന്തായിരിക്കും അത്? SUPW കേട്ടിട്ടുള്ളത്? ഇങ്ങനെ ക്രാഫ്റ്റ് വർക്ക്സും അങ്ങനത്തെ കാര്യങ്ങള് ചെയ്യല്. അപ്പം ഒരാൾ വായിക്കാമോ? ഞാൻ വായിക്കട്ടെ. അനിൽ വായിച്ചോളൂ. Socially useful productive work, SUPW. SUPW is an integral part of the new school curriculum. Active involvement of pupils will inculcate the values such as dignity of labor, cooperation, and mutual help. Fourth one വേണോ? Fourth വേണ്ടല്ലോ. Special classroom situation. ഓക്കെ, കഴിഞ്ഞില്ലേ വായിച്ച? ഫിനിഷ് ആയി മാം, ഫിനിഷ് ആയി. എന്താണ് SUPW എന്ന് പറയുന്നത്? ഇത് നമ്മുടെ സ്കൂൾ കരിക്കുലത്തിന്റെ ഒരു ഇന്റഗ്രൽ ആയിട്ടുള്ള പാർട്ടാണ്. പ്രത്യേകിച്ച് കുട്ടികളിൽ ആക്റ്റീവ് ആയിട്ടുള്ള ഇൻവോൾവ്മെന്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ആണിത്. അതായത് ഇത് ഈ ഒരു SUPW എന്ന് സൂചിപ്പിക്കുന്നത്, അതായത് സാമൂഹികമായിട്ട് ഉപയോഗപ്രദമായിട്ടുള്ള ഉൽപാദനക്ഷമതയുള്ള ഒരു ജോലി എന്നാണ് ഇതിനെ നമ്മൾ മലയാളത്തിൽ പറയുന്നത്. S for socially, then U for useful, P for productive, and W for work. Yes. അപ്പൊ SUPW എന്നത് നമ്മൾ സെമിനാർ കൊടുക്കാറുള്ളതാണ് കേട്ടോ. അപ്പൊ പ്രാവശ്യം കൊടുക്കണ്ടെന്ന് ഓർത്തിട്ടാണ്. വലിയൊരു സബ്ജക്റ്റ് ആണ്. ഇതിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. നമ്മൾ ബാക്കിയുള്ള ക്ലാസ്സിൽ അസൈൻമെന്റ് ഒക്കെ ആയിട്ട് കൊടുത്തിട്ടതാണ്. ഇന്നത്തെ ക്ലാസ്സിൽ സെമിനാർ ഏൽപ്പിച്ചു. പിന്നെ നിങ്ങൾ ഓൾറെഡി ഇപ്പൊ ഒരു ക്ലാസ് എടുത്താക്കുന്നതുകൊണ്ടാണ് പിന്നെ ഞാൻ വേറെ ഒന്നും തരാതില്ല കേട്ടോ. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടാണ് ഈ SUPW പ്രോഗ്രാംസ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്? നമ്മുടെ കരിക്കുലത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഇന്റഗ്രൽ പാർട്ടാണ് SUPW എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കമ്മ്യൂണിറ്റി സേവനത്തിലും സാമൂഹിക ഉത്തരവാദിത്വത്തിലൊക്കെ കുട്ടികൾക്കൊരു അതിലേക്ക് വാല്യൂസ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള വർക്ക്സ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രോഗ്രാം നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഇന്ത്യയിലെ സ്കൂൾ പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മള് കമ്മ്യൂണിറ്റി സേവനത്തിലും സാമൂഹിക ഉത്തരവാദിത്വത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു പ്രോഗ്രാംസ് ആണ് ഇത് സോഷ്യലി യൂസ്ഫുൾ പ്രൊഡക്റ്റീവ് വർക്ക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഏതൊക്കെ ആക്ടിവിറ്റീസിലൂടെയാണ് ഈ ഒരു പ്രവർത്തനങ്ങൾ നടത്തുന്നത്? ഏതൊക്കെ ആക്ടിവിറ്റീസിലൂടെയാണ്? കമ്മ്യൂണിറ്റി സർവീസസ്. കമ്മ്യൂണിറ്റി സർവീസസ് കൊടുക്കുമ്പോൾ എന്താണ്, ഒരാൾ ഒറ്റയ്ക്കാണോ കമ്മ്യൂണിറ്റി സർവീസസ് കൊടുക്കുന്നത്? അല്ല, കൂട്ടമായിട്ട്. അല്ല, കൂട്ടായ പ്രവർത്തനത്തിലൂടെയാണ് അല്ലെ. യെസ്, അവിടെ ഒരു യൂണിറ്റി, അവിടെ യൂണിറ്റി എന്ന വാല്യൂ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ എന്താണ്, എൻവയോൺമെന്റൽ കൺസർവേഷനുമായി ബന്ധപ്പെട്ട്, പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് കൊടുക്കുന്ന പ്രോഗ്രാംസുകൾ അവിടെയും എന്തൊക്കെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്? അവിടെ ഇതേപോലെ തന്നെ ഡിഗ്നിറ്റി ഓഫ് ലേബറും കോപ്പറേഷനും മ്യൂച്വൽ ഹെൽപ്പ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നില്ലേ? ഈ വാല്യൂസ് ഒക്കെ അവിടെ ഡെവലപ്പ് ചെയ്യുന്നില്ലേ? ഒരുമിച്ച് ഇപ്പൊ നമ്മൾ സേവനവാരം ചെയ്യുന്ന സമയത്ത്, സേവനവാരം ഒക്ടോബർ 2 നമ്മൾ ചെയ്യുന്ന സമയത്ത് എല്ലാം കൂടി ഒരുമിച്ച് നിന്നിട്ടാണ് സ്കൂൾ പരിസരങ്ങൾ നമ്മൾ ക്ലീൻ ചെയ്യുന്നത് അല്ലെ. എല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന്. യെസ്, അതേപോലെ തന്നെ എന്താണ്, ഡിസാസ്റ്റർ റിലീഫ് എഫേർട്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ദുരന്തങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് അതിന്റെ ഇടയിലേക്ക് അതിലേക്ക് നമ്മള് അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങൾ, വസ്തുക്കൾ, മറ്റു സാധനങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുന്നതും എന്ത് ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ടാണ്? സോഷ്യൽ യൂസ്ഫുൾ പ്രൊഡക്റ്റീവ് വർക്കിന്റെ ഭാഗമായിട്ടാണ്. പിന്നെ സോഷ്യൽ അവയർനെസ്. ഇങ്ങനെ നമ്മൾ സൊസൈറ്റി റിലേറ്റഡ് ആയിട്ട് വരുന്ന ഏത് പ്രോഗ്രാംസുകൾ എന്തെങ്കിലും ഉൾപ്പെടുത്താം SUPWയുടെ വർക്ക്സുകളായിട്ട് ഉൾപ്പെടുത്താം.
കമ്മ്യൂണിറ്റി സർവീസസ് പറയാം, എൻവയോൺമെന്റൽ കൺസർവേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്, ഡിസാസ്റ്റർ റിലീഫ് എഫേർട്സുകള്, പിന്നെ ദുരന്ത നിവാരണങ്ങളുമായി ബന്ധപ്പെട്ട പ്രോഗ്രാംസുകളാണ് കേട്ടോ. നമ്മളിപ്പോ ഇത് കണ്ടിട്ടില്ല, ഇപ്പൊ ചൂരൽമലയിലൊക്കെ വെള്ളം ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടായ സമയത്ത് ഒരുപാട് വോളണ്ടിയേഴ്സ് ഉണ്ടാവില്ലേ, വലിയ കുട്ടികളുണ്ട്, അത് ചെറിയ കുട്ടികളുണ്ട്, സ്കൂൾ കുട്ടികളടക്കം ചിലപ്പോൾ സ്കൂൾ തന്നെ വന്നതിനെ സംരക്ഷിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ഇതെല്ലാം തന്നെ എന്താണ് ഈ SUPW ഭാഗമായിട്ട് നടക്കുന്ന വർക്ക്സുകളാണ്. ഓക്കെ, അപ്പൊ ഇത്തരം പ്രവർത്തനത്തിലൂടെ അല്ലെങ്കിൽ ഇത് നമ്മൾ പറഞ്ഞ ഇത്തരം പ്രവർത്തനത്തിലൂടെ എന്താണ് കുട്ടികളുടെ കഴിവുകൾ അല്ലെങ്കിൽ അവരുടെ മൂല്യങ്ങൾ, സൊസൈറ്റിനോടുള്ള ഒരു പ്രതിബദ്ധതയൊക്കെ വളർത്തിയെടുക്കാനായിട്ട് കുട്ടികൾക്ക് സാധിക്കുന്നു. ഓക്കെ, മാത്രമല്ല സമൂഹത്തിനോട് റെസ്പോൺസിബിലിറ്റി, സമൂഹത്തിനൊരു ഉത്തരവാദിത്വം വികസിപ്പിക്കാനും ഇത്തരം SUPW പോലുള്ള പ്രോഗ്രാംസുകൾ കൊണ്ട് നമുക്ക് സാധിക്കും. ഓക്കെ, അപ്പോ ഈ SUPW മൂലം ഡെവലപ്പ് ചെയ്യുന്ന വാല്യൂസ് ഏതൊക്കെയാണെന്നൊന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഏതൊക്കെയാണ്? ഡിഗ്നിറ്റി ഓഫ് ലേബർ, cooperation and mutual help. ഈ കുട്ടികളെ പാഠം ഒക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ടീച്ചേഴ്സ് ലൈനായിട്ടൊക്കെ കൊണ്ടുവരാറില്ല, അതൊക്കെ ഇതിന്റെ ഭാഗമായിട്ടല്ലേ? അത് ഫീൽഡ് ട്രിപ്സുമായി ബന്ധപ്പെട്ടാണ് കേട്ടോ. ഫീൽഡ് ട്രിപ്സുകൾ ഉൾപ്പെടുന്നതാണ്, കമ്മ്യൂണിറ്റി ഫീൽഡ് ട്രിപ്പാണ്. ഓക്കെ, കാരണം വിസിറ്റിംഗ് പർപ്പസ് മാത്രമല്ലല്ലോ ഇതില്. നമുക്ക് പഠിക്കാനുണ്ടല്ലോ, നിങ്ങൾ പഠിച്ചിട്ടില്ലേ മിസ്? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടൂറുകൾ എടുത്തിട്ടുണ്ടോ? ഞാനെന്താ വേറെ ആശുപത്രി സർ ആയിട്ടില്ല. അതാവും എനിക്ക് മനസ്സിലാവും കേട്ടോ, ഫീൽഡ് ട്രിപ്സ് ഏതൊക്കെയാണെന്നുള്ളതൊക്കെ. ഇത് നിങ്ങൾക്ക് ഇനി ഈ SUPW ഒരു ഷോർട്ട് നോട്ട് പോലെ ഒന്ന് തരാം, അത് എളുപ്പത്തിൽ ഒന്ന് പഠിക്കാൻ വേണ്ടിട്ട് ഒന്ന് നോട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഒന്ന് നോട്ട് ചെയ്യാം, SUPW തന്നെ എഴുതി വെച്ചാലും മതി. Help students understand. Help students understand. Help students understand the needs of society. The needs of society. The needs of society and develop positive thinking and actions. Positive thinking and actions. ഒന്നുകൂടി വായിക്കാം. Help students understand the need of society. Need, NEED, need of society, and develop positive thinking and actions. Positive thinking and actions. ഇപ്പൊ എഴുതിയതൊന്ന് വായിച്ചു നോക്കിയേ, ഇതെന്താന്നൊന്ന് പറയാമോ? കുട്ടികൾക്ക് സൊസൈറ്റിയുടെ ആവശ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനും അതിന്റെ പോസിറ്റീവ് തിങ്ക് ചെയ്തിട്ട് അതിന്റെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആക്ഷൻസ് എടുക്കാനും പഠിപ്പിക്കുന്ന സംഭവമാണ് സോഷ്യലി യൂസ്ഫുൾ പ്രൊഡക്റ്റീവ് വർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇങ്ങനെ കുട്ടികൾ പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് എന്തൊക്കെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യും? അവരുടെ ലൈഫ് സ്കിൽ ഡെവലപ്പ് ചെയ്യും അല്ലെ? കുട്ടികളുടെ ലൈഫ് സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ എന്താണ്, സമൂഹത്തിന്റെ സോഷ്യലായിട്ടും ഇക്കണോമിക് ആയിട്ടും അല്ലെങ്കിൽ കൾച്ചറൽ ആയിട്ടുള്ള എല്ലാ ആവശ്യകതകളും തിരിച്ചറിയാനും അതെങ്ങനെയാണെന്നുള്ളത് കുട്ടികൾക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ടും സാധിക്കും. ഓക്കെ, ഇതിനൊരു വാക്കുമാണ്. ഇതിന്റെ അസൈൻമെന്റ് തരുന്നില്ല, കാരണം ആക്ച്വലി നിങ്ങൾക്ക് ഓൾറെഡി കുറെ ഉണ്ടെന്ന് വിചാരിക്കുന്നു. അസൈൻമെന്റ്സുകൾ ഉണ്ടോ അധികം? റെക്കോർഡ് അപ്പാരറ്റസ് വർക്കെല്ലാം ഒരുപാട് തന്നിട്ടുണ്ട്. ഇപ്പൊ സർവേ സ്റ്റാർട്ട് ചെയ്തില്ല, റെക്കോർഡ് എഴുതിക്കൊണ്ടിരിക്കുക. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? ഇപ്പം പ്രാക്ടിക്കലിന് വരുത്തില്ലേ, വരുമ്പം നമ്മള് റെക്കോർഡും എല്ലാം സബ്മിറ്റ് ചെയ്യാമല്ലോ, വൈവ ചെയ്തുകൂടെ അന്നേരം? വൈവ ഇവിടെ വന്നിട്ടും ചെയ്യുന്നവരുണ്ട്. അല്ല, പ്രാക്ടിക്കലിന് അന്ന് ചെയ്യാൻ പറ്റുമോ? നമ്മുടെ ബാക്കി മെറ്റീരിയൽസ് കാണിക്കണമെങ്കിൽ നിങ്ങളുടെ വീട്ടില് ഇരിക്കുമ്പോഴല്ലേ നമ്മൾ പറ്റുള്ളൂ. ബാക്കി എല്ലാ മെറ്റീരിയൽസും റെക്കോർഡ്സ് മാത്രമല്ലേ കൊണ്ടുവരാൻ പറ്റുള്ളൂ. എനിക്ക് നമ്മൾ ഫോട്ടോസ് മിസ് പറഞ്ഞിട്ടുണ്ടേ,
മിസ് പറഞ്ഞു നമ്മൾ അതൊക്കെ ചെയ്തിട്ട് അതിന്റെ കൂടെ സെൽഫി എടുത്ത് കാണിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് വൈവ ചെയ്യാം. ഇമ്പോർട്ടന്റ് ആണ്. കാരണം അതിന് കാരണം ടീച്ചർ പറഞ്ഞിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു. സെൽഫി എടുത്ത് അയക്കാൻ പറഞ്ഞത് എന്തുകൊണ്ടായിരിക്കാം? നമ്മൾ ചെയ്തു എന്ന് ഉറപ്പുവരുത്താനായിട്ട്. വേണം. ചെയ്യാത്തവരെങ്ങനെ ചോദിച്ചിട്ട് അതങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ടുണ്ട് വേറൊരു ബാച്ചില്, പഴയ ബാച്ചില്. രണ്ടുപേരും ഒരേ ഫോട്ടോസ് തന്നെ അയച്ചായിരുന്നു. മനസ്സിലായോ? നമ്മളിവിടെ നോക്കുന്ന ഒരു മണ്ടന്മാരല്ലല്ലോ അല്ലേ? ഓക്കെ. അപ്പൊ രണ്ടുപേരുടെ മിസ്റ്റേക്ക് ആണ് അത്. പിന്നെ എന്താ ചെയ്യേണ്ടി വന്നു? രണ്ടാമത് ആ കുട്ടിക്ക് പിന്നെയും ചെയ്യേണ്ടി വന്നു. ചെയ്ത കംപ്ലീറ്റ് വർക്കുകൾ തന്നെ രണ്ടാമത് ടൈം എടുത്ത് ചെയ്യേണ്ടി വന്നു. വളരെ സിമ്പിൾ ആയിട്ട് ഒരാളുടെ ഫോട്ടോ തന്നെ നമ്മളിവിടെ എന്തൊക്കെയോ കാരണങ്ങൾ പറഞ്ഞിട്ട് വയവയുടെ സമയത്ത് ഞാൻ അയച്ചു തരാന്ന് ഓർമ്മ അയച്ചു തന്നു. സെൽഫി ഒന്നുമല്ല കേട്ടോ, 2 പിക്ചേഴ്സ്. പക്ഷെ രണ്ടുപേരും അയച്ച പിക്ചർ ഒന്നായിരുന്നു. സെയിം പിങ്ക് ടവർ, ബാക്കി എല്ലാ കാര്യങ്ങളും സെയിം. അപ്പൊ അവരൊരു മിസ്റ്റേക്ക് കാണിച്ചിട്ടല്ലേ അത് നമുക്ക് മാർക്ക് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. നെക്സ്റ്റ് ഓപ്ഷൻ പറയുന്നത് രണ്ടാമത് കംപ്ലീറ്റ് ചെയ്ത് കാണിക്കാന്നുള്ളത് മാത്രമേ മാർക്ക് കിട്ടുള്ളൂ. അപ്പൊ അത്തരം കാര്യങ്ങളൊന്നും ആരും ചെയ്യരുത്. നിങ്ങൾ ചെയ്യില്ലെന്നറിയാം പറഞ്ഞു തരാം കേട്ടോ. നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ മെറ്റീരിയൽസും റെക്കോർഡ്സ് ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ തയ്യാറാക്കിയത്. ആരെങ്കിലും ഒക്കെ എന്താണ് എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ചോദിക്കണമെങ്കിൽ ചോദിക്കാം. പക്ഷെ ആരുടെ ഒരു കോപ്പി പേസ്റ്റ് നമുക്ക് പാടില്ല കേട്ടോ. നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും, ഞങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഞങ്ങൾ ഇത്ര നാളായി ഇത് വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൃത്യമായിട്ട് ചെയ്തത് നിങ്ങൾ ചെയ്തതാണെന്ന് നമുക്ക് മനസ്സിലാവും കേട്ടോ. ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. യെസ്. പ്രാക്ടിക്കലിന് വരുമ്പോ ഇത് കൊണ്ടുവരണ്ടല്ലോ. എന്താണോ കേൾക്കാൻ പറ്റുന്നില്ല പറയുന്നത്? എന്താണ്? പ്രാക്ടിക്കലിന് വരുമ്പോഴേ അന്നേരം ഇത് കൊണ്ടുവരണ്ടല്ലോ. റെക്കോർഡ്സ് കൊണ്ടുവന്നാൽ മതി, മെറ്റീരിയൽസ് ഒന്നും കൊണ്ടുവരണ്ട. മെറ്റീരിയൽസ് വേണ്ട. മെറ്റീരിയൽസ് കൊണ്ടുവരണമെന്നില്ല. മെറ്റീരിയൽസിന് എന്താണ് പറഞ്ഞ സെൽഫി എടുക്കുക, ഫോട്ടോ നിങ്ങൾ ചെയ്ത വർക്ക് നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് നിങ്ങൾ അത് എടുക്കുക, അത്രേ ഉള്ളൂ. പറ്റാത്തവര് ബാക്കിയുള്ള നമ്മൾ എന്തായാലും ഓൺലൈനിൽ ഒരു വൈവ ഉണ്ടായിരിക്കും. അപ്പൊ ആ സമയത്ത് നിങ്ങൾ നേരിട്ട് കാണിച്ചു തരണേ മെറ്റീരിയൽസ് എല്ലാം തന്നെ. അങ്ങനെ വൈവയുടെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ജിഷംസ് ക്ലാസ് കയറണമെന്ന് ചോദിച്ചോളൂ കേട്ടോ, പറഞ്ഞുതരും. വൈവക്ക് ഇനിയും സമയമുണ്ട്. നിങ്ങൾ എത്ര പാട്ട് ഫ്രീ ഒന്നും തീർന്നിട്ടും കൂടി ഇല്ല. മേമ പറഞ്ഞു ഇനിയും കുറച്ച് എന്തെങ്കിലും ഒക്കെ തരാനുണ്ടെങ്കിൽ അതൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റേ വൈവ ഉണ്ടാവുള്ളൂ എന്നാ പറഞ്ഞത്. ലാസ്റ്റ് വൈവ ഉണ്ട്. ലാസ്റ്റ് ആണ് വൈവ. ആദ്യം നമ്മള് ഒരിടയ്ക്ക് ഒരു എക്സാമിന് മുന്നേ നടത്തുമായിരുന്നു. പിന്നീടാണ് എക്സാം കഴിഞ്ഞ് നിങ്ങൾ റിലാക്സ് ആയതിനു ശേഷമാണ് വൈവ കൊടുക്കാൻ. അതായിരിക്കും നല്ലത്. ഈ പരീക്ഷയുടെ ടെൻഷൻ, വൈവയുടെ ടെൻഷൻ എല്ലാം കൂടി കഴിയുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. എക്സാം കഴിഞ്ഞിട്ട് ആയിരിക്കുള്ളൂ എന്തായാലും വൈവ ഉണ്ടായിരിക്കും കേട്ടോ. നെക്സ്റ്റ് പ്രോഗ്രാംസ് വരുന്നത് എന്താണ്? സ്പെഷ്യൽ ക്ലാസ് റൂം സിറ്റുവേഷൻസ്. In the course of teaching subjects like social studies, language and science, the teacher should emphasize ideas regarding values such as unity of religion, national integration, scientific temperament, citizenship. നമുക്ക് ഈ സ്പെഷ്യൽ ക്ലാസ് റൂം സിറ്റുവേഷൻ കൊടുക്കാൻ പറ്റുന്നത് ചില സബ്ജക്റ്റുകൾക്ക് മാത്രമാണ് അല്ലെ? ഏതൊക്കെ സബ്ജക്ട്സുകളാണ്? ലാംഗ്വേജസിന് കൊടുക്കും, ഇംഗ്ലീഷിനൊക്കെ ഉണ്ടാവാറുണ്ട്. സോഷ്യൽ സ്റ്റഡീസിൽ പറ്റും. അതേപോലെ തന്നെ എന്താണ് സയൻസ്. ഇത്ര കുറച്ച് സബ്ജക്റ്റുകൾക്ക് മാത്രമാണ് നമുക്ക് എന്തെങ്കിലും തരത്തിൽ മൂല്യങ്ങൾ, പ്രത്യേകിച്ച് സോഷ്യൽ സ്റ്റഡീസ് ഒക്കെ പഠിക്കുന്ന സമയത്താണ് നമ്മളുടെ രാജ്യത്തിനോടൊക്കെയുള്ള അല്ലെ ഒരു പ്രതിബദ്ധത തോന്നുന്നത്. അല്ലെങ്കിൽ നമുക്ക് എത്ര റൈറ്റ്സുകളുണ്ട്, ഹ്യൂമൻ റൈറ്റ്സ് ഏതൊക്കെയാണ്, സിറ്റിസന്റെ അല്ലെങ്കിൽ പൗരന്റെ അവകാശങ്ങൾ എന്തൊക്കെയാണ്, എന്താണ് നമ്മുടെ ഭരണഘടന, അല്ലെങ്കിൽ എന്താണ് ഈ ലോകത്തെ ഏത് രീതിയിലുള്ള ഭരണ സംവിധാനങ്ങൾ, അതൊക്കെ നമ്മൾ അറിയണമെങ്കിൽ ഏത് സബ്ജക്റ്റിലൂടെയാണ് നമ്മൾ പഠിക്കുന്നത്? സോഷ്യൽ സ്റ്റഡീസിലൂടെയാണ് അല്ലെ. ലാംഗ്വേജ് ആൻഡ് സയൻസ്. ലാംഗ്വേജ് എടുത്തു നോക്കുമ്പോൾ നമ്മുടെ കലാ സാംസ്കാരികമായിട്ടുള്ള എല്ലാ മേഖലകളിലെ കുറിച്ചുള്ള പ്രോഗ്രാംസ് ഒക്കെ നമുക്ക് ക്ലാസ് റൂം സിറ്റുവേഷൻസിൽ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ. ദെൻ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്താണ്? സയൻസ് റിലേറ്റഡ് ആയിട്ട് വരുമ്പോൾ സ്പെഷ്യൽ ക്ലാസ് റൂംസ് എന്ന് പറയുമ്പോൾ എക്സ്പീരിമെന്റ്സുകൾ കണ്ടക്ട് ചെയ്യാൻ പറ്റും അല്ലെ? നമുക്ക് പലതരത്തിലുള്ള എക്സ്പീരിമെന്റ്സുകൾ, ദെൻ എക്സിബിഷൻസ്. അത് ഈ 3 സബ്ജക്ട്സും വെച്ച് എല്ലാ സബ്ജക്ട്സും വെച്ച് ചെയ്യാൻ പറ്റും. പക്ഷെ റിയൽ ടൈം ക്ലാസ് റൂം സിറ്റുവേഷൻസ് നമുക്ക് ഒരു പരിധി വരെ ചെയ്യാൻ പറ്റുന്ന സബ്ജക്ട്സുകൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ട് ഈ 3 സബ്ജക്റ്റുകൾ തന്നെയാണ്, സോഷ്യൽ, ലാംഗ്വേജ് ആൻഡ് സയൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിലൂടെ നമുക്ക് പല വാല്യൂസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും ഇത്തരം സബ്ജക്ട്സിലൂടെ. ഒന്ന് എന്താണ്? യൂണിറ്റി ഓഫ് റിലീജിയൻ. വാട്ട് ഈസ് യൂണിറ്റി ഓഫ് റിലീജിയൻ?
എന്താണ് യൂണിറ്റി ഓഫ് റിലീജിയൻ എന്ന് പറയുന്നത്? ഇന്ത്യക്ക് ഒരു പ്രത്യേക മതമുണ്ടോ? ഇന്ത്യക്ക് ഒരു ഇല്ല. പ്രത്യേക മതമുണ്ടോ? ഇല്ല. ഇന്ത്യ സെക്യുലർ സ്റ്റേറ്റ് എന്നാണ് നമ്മൾ പഠിക്കുന്നത് അല്ലെ. ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാണ്. എല്ലാ മതങ്ങളെ അത് ഉൾക്കൊള്ളുന്നു അല്ലെ. ഓക്കെ, അപ്പൊ ഏകത്വമാണ് അല്ലെ യൂണിറ്റി ഓഫ് റിലീജിയൻ. അപ്പൊ നമുക്ക് അങ്ങനെ വ്യക്തമായിട്ട് അല്ലെങ്കിൽ ആർക്കും വേർതിരിവില്ലാത്ത രീതിയിലാണ് ഇന്ത്യയെ ഒരു സെക്യുലർ സ്റ്റേറ്റ് എന്ന രീതിയിൽ പറയുന്നത്. അപ്പൊ കുട്ടികൾ എങ്ങനെ പ്രത്യേകിച്ച് ഇത്തരം ക്ലാസ് റൂമിൽ പഠിക്കുന്ന കാര്യങ്ങൾ അനുസരിച്ച് റിലീജിയന്റെ പ്രാധാന്യം എന്താണ്, അല്ലെങ്കിൽ ഒരുമിച്ച് നിൽക്കുന്ന ഈ സെക്യുലർ സ്റ്റേറ്റിന്റെ പ്രാധാന്യത്തെ കുറിച്ചായിരിക്കണം നമ്മൾ ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. ഒരിക്കലും മതങ്ങളെല്ലാം മനുഷ്യൻ സൃഷ്ടിച്ചതാണ് അല്ലെ, മനുഷ്യരുണ്ടാക്കിയതാണ് ഈ മതങ്ങളെല്ലാം തന്നെ. ഓക്കെ, അതിനേക്കാൾ അപ്പുറമാണ് ഈ വാല്യൂസിന്റെ പ്രാധാന്യങ്ങൾ അല്ലെ. മതത്തെക്കാൾ കൂടുതൽ നമുക്ക് എന്ത് പ്രാധാന്യമുണ്ട്? അതിൽ ഏത് തരം മതമാണെങ്കിൽ പോലും എന്താണ് നമ്മൾ അതിൽ എല്ലാ വാല്യൂസും സ്വീകരിച്ചു കൊണ്ടുള്ള ഒരു ഇതാണെങ്കിൽ എന്താണ് എല്ലാവരെയും ഒരേപോലെയാണ് ഇന്ത്യ കാണുന്നത്. അതേപോലെ തന്നെ നമ്മൾക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. നാഷണൽ ഇന്റഗ്രേഷൻ എന്നൊരു വാല്യൂ അവിടെ ഡെവലപ്പ് ചെയ്യുന്നു. എന്താണ് നാഷണൽ ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്? ദേശസ്നേഹമാണ് അല്ലെ. നമ്മുടെ രാജ്യത്തിനോടുള്ള ആ ഒരു കടപ്പാട് അല്ലെങ്കിൽ എന്താ പറയാ ആ ഒരു റെസ്പോൺസിബിലിറ്റി. പ്രത്യേകിച്ച് നമ്മള് ശരിക്കും പറഞ്ഞാൽ അത് ചില ഇവന്റ്സുകൾ ആഘോഷിക്കുന്ന സമയത്താണ് നമുക്ക് നാഷണൽ ഇന്റഗ്രേഷൻ തോന്നാറുള്ളത് അല്ലെ. പ്രത്യേകിച്ച് ഇൻഡിപെൻഡൻസ് ഡേ, റിപ്പബ്ലിക് ഡേ അങ്ങനെയുള്ള ദിവസങ്ങളിൽ മാത്രമാണ് നമുക്ക് കുറച്ചും കൂടി ആ ഒരു രാജ്യത്തിനോട് ഒരു എന്താ പറയാ ആ ഒരു അറ്റാച്ച്മെന്റ് തോന്നുന്ന ആ ദിവസങ്ങളിൽ മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആലോചിക്കുന്നത് പോലും. ബാക്കി ആ ഒരു സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഇതുവരെ കിട്ടിയ കാര്യങ്ങൾ എന്ന് നമ്മൾ ആ സമയത്ത് ആലോചിക്കാറ്. എന്തെങ്കിലും ഫെസ്റ്റിവൽസ് അല്ലെങ്കിൽ ഇതുപോലെ സെലിബ്രേഷൻസ് മാത്രമാണ് നമ്മൾ ആ ഇന്ത്യയുടെ പ്രാധാന്യം എന്തൊക്കെയാണ് തിരിച്ചറിയുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് നമ്മളുടെ രാജ്യത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കാറുണ്ട് പല കാര്യങ്ങളും. ഇനി സയന്റിഫിക് ടെമ്പറൻസ് സിറ്റിസൺഷിപ്പ്, അതെന്ത് വാല്യൂസ് ആണ് സയന്റിഫിക് ടെമ്പറൻസ് സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത്? സയന്റിഫിക് ടെമ്പർ എന്താണ്? സയന്റിഫിക് ടെമ്പർ ശാസ്ത്രീയ മനോവൃത്തി എന്ന് പറയുന്നത് എന്താണ്? അതായത് ഓരോ പ്രത്യേക വിഷയങ്ങളും നമ്മൾ പ്രത്യേക ആംഗിളിലൂടെ ആയിരിക്കും നോക്കിക്കാണുന്നത് അല്ലെ. സമൂഹത്തിന്റെ ഇടയിൽ പല പ്രശ്നങ്ങൾ നടന്നു കഴിഞ്ഞാലും അല്ലെങ്കിൽ പല തരത്തിലുള്ള കാര്യങ്ങൾ എടുത്താലും ഓരോരുത്തരും അതിനെ എങ്ങനെയാണ് കാണുന്നത്? അവരുടേതായിട്ടുള്ള മൈൻഡ് സെറ്റിലൂടെ അതിനെ നോക്കിക്കാണുന്നത്. അതായത് അവരുടെ മനോഭാവത്തോടു കൂടിയാണ് അവർ നോക്കിക്കാണുന്നത് അല്ലെ. നമ്മള് പ്ലെയിൻ ക്രാഷ് ഉണ്ടായ സമയത്ത് പ്ലെയിൻ ക്രാഷ് ഉണ്ടായിരുന്നില്ലേ ഇവിടെ അടുത്ത് ഹൈദരാബാദില്? അതിനെ ഓരോരുത്തരും ഓരോ രീതിയിലാണ് അതിനെ നോക്കിക്കണ്ടത് അല്ലെ. നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഒരു മനോഭാവം അല്ല, ആ ഒരു ആറ്റിറ്റ്യൂഡിനനുസരിച്ചിട്ട് നമ്മൾ കുറെ പേര് വന്നു അയാൾക്ക് ഒന്ന് കുറച്ചുകൂടി ശ്രദ്ധിച്ചെങ്കിൽ ഇങ്ങോട്ട് റൈറ്റിലേക്ക് ടേൺ ചെയ്തിരുന്നെങ്കിൽ വിമാനം അവിടെ പോയി ഇടിക്കില്ലായിരുന്നു. അത് ഒരാളുടെ തോട്ടാണ്. മറ്റൊരാളെന്താണ് അത് ചിലപ്പോൾ അത് വിദ്യയാണ്, അങ്ങനെ സംഭവിച്ചതായിരിക്കും അല്ലെ. അങ്ങനെ പല അനുമാനങ്ങൾ നമ്മൾ പറയാറുണ്ട്. ഒരു കാര്യത്തെ കുറിച്ച് പല അനുമാനങ്ങൾ, അത് നമ്മുടെ മനോഭാവമാണ്. ഓക്കെ, അതായത് കുറെ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഈ മനോഭാവം. ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ നോക്കിക്കഴിഞ്ഞാല് ഇതിനെ നമ്മളെല്ലാവരും പല ആംഗിളിലൂടെ പറയും. അതാണ് ശാസ്ത്രീയ മനോവൃത്തി എന്ന് പറയുന്നത്, സയന്റിഫിക് ടെമ്പർ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യയിൽ മറ്റു രാജ്യങ്ങളുമായിട്ട് നടക്കുന്ന യുദ്ധങ്ങളെ കുറിച്ചിട്ടൊക്കെ എല്ലാവർക്കും അവരുടെ കാഴ്ചപ്പാടിലായിരിക്കും അവരൊക്കെ നോക്കിക്കാണുന്നത്. ഓക്കെ, ഇതെല്ലാം തന്നെ നമ്മുടെ രാജ്യത്തോടുള്ള സ്നേഹം കൊണ്ട്, രാജ്യത്തിനോടുള്ള ഒരു കടപ്പാട് കൊണ്ട് രൂപപ്പെടുത്തുന്ന ഫീലിങ്സുകളാണ് ഇതെല്ലാം തന്നെ, ഈ ആറ്റിറ്റ്യൂഡ്സുകളെല്ലാം തന്നെ കേട്ടോ. സിറ്റിസൺഷിപ്പ്, സിറ്റിസൺഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിറ്റിസൺഷിപ്പ് പൗരത്വമാണോ? പൗരത്വമാണ് അല്ലെ. നമ്മൾ ഓരോരുത്തരും ഓരോ സിറ്റിസൺ ആണ്. അപ്പൊ ഓരോ സിറ്റിസണിനെ കുറിച്ച് ഇപ്പോ നമ്മൾ സോഷ്യൽ സ്റ്റഡീസ് എന്ന സബ്ജക്ട് പഠിക്കുന്ന സമയത്ത് ഒരു പൗരന് എന്തൊക്കെ അവകാശങ്ങളുണ്ട് അല്ലെ, ഏതൊക്കെ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾസിലാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്, എത്രത്തോളം അവകാശങ്ങളുണ്ട്, ഏതൊക്കെ രീതിയിൽ നമുക്ക് ഇടപെടാം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള അവയർനെസ് ഒക്കെ നമ്മൾ ആ ഒരു സബ്ജക്ട്സിലൂടെയാണ് പഠിക്കുന്നത് അല്ലെ. ഓക്കെ, അതേപോലെ തന്നെ എന്താണ് ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ച്, മനുഷ്യന്റെ അവകാശങ്ങൾ അല്ലെ, മൗലിക അവകാശങ്ങളെ കുറിച്ച് ഭരണഘടനയുടെ പാർട്ട് 3-യിലാണ് നമ്മൾ മൗലിക അവകാശങ്ങളെ കുറിച്ച് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ എന്താണ് പാർട്ട് 4-ലാണ് നമ്മൾ നിർദ്ദേശക തത്വങ്ങൾ അല്ലെങ്കിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസീസുകൾ രൂപീകരിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതെല്ലാം തന്നെ ഒരു പൗരനെ സംബന്ധിച്ചിടത്തോളം നമ്മളുടേതായിട്ട് അവകാശങ്ങൾ, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്നതിനെ കുറിച്ചിട്ടുള്ള വ്യക്തമായിട്ടൊരു ധാരണ കിട്ടണമെങ്കിൽ ചില സബ്ജക്ട്സുകൾക്ക് മാത്രമേ ഇത്തരം കാര്യങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിക്കൂ അല്ലെ. അതിലൊന്നാണ് സോഷ്യൽ സ്റ്റഡീസും. ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ നമ്മുടെ സാംസ്കാരികമായിട്ടുള്ള മുന്നേറ്റത്തിന് അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരത്തിലേക്ക് ഡെവലപ്പ് ചെയ്യുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ അത്തരം വാല്യൂസ് ഒക്കെ ഇത്തരം സബ്ജക്ട്സിലൂടെ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. ഓക്കെ,
മാം അതിൽ ഒരു സയൻസ് ഉൾക്കൊള്ളുന്നുണ്ട്. സയൻസ് എന്ന് ഉദ്ദേശിച്ചത് സയൻസ് നമുക്ക് എന്താണ് വിവിധ പരീക്ഷണങ്ങളിലൂടെ, അതായത് നമ്മളെ സയന്റിഫിക് ആയിട്ട് നടക്കുന്ന കുറെ പരീക്ഷണങ്ങളില്ലേ, അപ്പൊ അതിൽ നിന്ന് കുട്ടികൾക്ക് അത് ഒരുമിച്ചായിരിക്കും, ചിലപ്പോൾ ഒരു കോപ്പറേറ്റീവ് ആയിട്ടായിരിക്കും അത് ടീച്ചേഴ്സും കുട്ടികളും കൂടി ചേർന്നുകൊണ്ടായിരിക്കും ഒരു പരീക്ഷണം നടത്തുന്നത്. അപ്പൊ അവിടെ യൂണിറ്റി എന്ന വാല്യൂ അവിടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ എന്താണ്, ഒരു പരീക്ഷണം ചെയ്യുന്നതിനനുസരിച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് പുതിയൊരു കാര്യം കണ്ടെത്താനായിട്ട് കുട്ടികളെ സഹായിക്കുകയാണ് അല്ലെ. അപ്പൊ എന്താണ്, ഒരുമിച്ച് നിന്നുകൊണ്ടാണ് അവർ ആ ഒരു കാര്യം കണ്ടെത്തുന്നത്. ചിലപ്പോൾ ഇൻഡിവിജ്വൽ ആയിട്ടും കുഞ്ഞുങ്ങള് പല പരീക്ഷണങ്ങൾ നേടാറുണ്ട്, കണ്ടെത്താറുണ്ട്. അപ്പൊ അതങ്ങനെ സയൻസ് ആൻഡ് സബ്ജക്ട്സിന് മാത്രമാണ് നമ്മൾ അതിന് പരീക്ഷണാടിസ്ഥാനത്തിൽ പല കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പൊ അവിടെ ശരിക്കും യൂണിറ്റിയാണ് കൂടുതൽ നമുക്ക് കാണാൻ പറ്റും. മാത്രമല്ല ഒരു കോപ്പറേഷൻ ഉണ്ടാവും, കുട്ടികൾ തമ്മിലും അധ്യാപകർ തമ്മിൽ പരസ്പരം കോപ്പറേറ്റ് ചെയ്തിട്ടാണ് അത്തരം സന്ദർഭങ്ങളിൽ പല എക്സ്പീരിമെന്റ്സുകളൊക്കെ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, എന്ന രീതിയിലാണ് അവിടെ സയൻസ് ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. അതുപോലെ സയന്റിഫിക് ടമ്പർ എന്നുള്ള വേർഡിന്റെ ഒറ്റ വേർഡ് എന്നാ മാം? സയന്റിഫിക് ടമ്പർ ശാസ്ത്രീയ മനോവൃത്തി എന്ന് പറയും മലയാളത്തിലുള്ളതിനെ. അതായത് സയന്റിഫിക് ടെമ്പർ മീൻസ് നമുക്ക് ഒരു പ്രത്യേക വിഷയത്തോട് തോന്നുന്ന ഒരു മനോഭാവം അല്ലെങ്കിൽ ഒരു ആറ്റിറ്റ്യൂഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സയന്റിഫിക് ടെമ്പർ എന്ന് പറയുന്നത്. പലർക്ക് തീക്ഷ്ണമായിരിക്കും, ചിലർക്ക് അത് ഉണ്ടാവില്ല. സയന്റിഫിക് ടെമ്പറിലായിട്ട് വ്യക്തികൾ ഉണ്ടായിരിക്കും തന്റെ രാജ്യത്തിനോട് സ്നേഹമില്ലാത്തവരോ അല്ലെങ്കിൽ വാല്യൂസിന് ഒട്ടും തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. പക്ഷെ ഇതുള്ള ആൾക്കാർ എന്താണ്, ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിനെ പല ആംഗിളിലൂടെ നോക്കി കാണാനും അതിലൊരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ടൊക്കെ അവർ ശ്രമിക്കുകയും ചെയ്യും. ഓക്കെ, ബാക്കി നമുക്ക് ഇത്രയും ഒന്നുകൂടെ അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. അപ്പൊ പോസ്റ്റർ കാണിക്കാത്തവരെ അടുത്ത ക്ലാസ്സിൽ കാണിക്കണം. അതിന്റെ പേര് മണിയായി. താങ്ക് യു. മാം. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു.